എറണാകുളം കിഴക്കമ്പലത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു. വൈപ്പിൻ സ്വദേശി ബിന്നിയുടെ വീടാണ് തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് വീട് തകർന്നു വീഴാൻ ഇടയാക്കിയതെന്നാണ് ഉടമയുടെ ആരോപണം. ലാൽകൃഷ്ണയുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണ, ഇത് എപ്പോൾ നിർമ്മിച്ച വീടാണ്? എങ്ങനെയാണ് ഇത് തകർന്നു വീണത്? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നോ, അതോ ഇത് പൂർണ്ണമായും നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ തകർന്നു വീണാന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് സംഭവിച്ചത്? അതെ, ജിക്ക് പറഞ്ഞ പോലെ ഇത് വീട് നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ്. ഇന്ന് വയറിംഗ് അടക്കമുള്ള ജോലികൾ നടക്കേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു. ഇതിനായിട്ടുള്ള തൊഴിലാളികൾ വന്നപ്പോഴാണ് വീട് തകർന്നതായിട്ട് കണ്ടെത്തിയത്. ആദ്യം മഴയിൽ തകർന്നതാണ് എന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം ഇന്നലെ രാത്രി ശക്തമായ ഇടിയും മഴയും ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. കിഴക്കമ്പലം പൊയ്യൽ ഭാഗത്താണ് ഈ വീട് നിർമ്മാണം നടന്നിരുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഈ വീട് തകർന്ന പരിസരം പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അപാകതയുണ്ട് എന്ന് മനസ്സിലാവുന്നത്. കാരണം കമ്പി കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. സിമെൻറ്റിൻ്റെ അളവിലും വലിയ തോതിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത് വരുത്തിയ പാകപ്പിഴകളാണ് ഈ വീട് പൂർണ്ണമായി തകരാൻ കാരണമായത്. അതിൻ്റെ പിന്നാലെ മഴയും അതിനൊരു കാരണമായി എന്ന് തന്നെ പറയാം. രാവിലെ 6 മണിക്ക് പണിക്കാരെത്തിയതോടുകൂടിയാണ് വീട് തകർന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചത്. തുടർന്ന് ഈ വീടിൻ്റെ ഉടമയായിട്ടുള്ള ബിന്നി നിലവിൽ പോലീസിൽ പരാതി നൽകാൻ വേണ്ടി പോയിരിക്കുകയാണ്. നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് കൊടുങ്ങല്ലൂരുള്ള ഒരു കോൺട്രാക്ടറാണ്. ഇയാളുടെ പേരിലാണ് നിലവിൽ പരാതി നൽകാൻ പോയിരിക്കുന്നത്. ഇയാൾ നിർമ്മാണത്തിൽ അഴിമതി കൃത്രിമം കാണിച്ചതുകൊണ്ടാണ് വീട് തകരാൻ കാരണമായത് എന്ന് കാണിച്ചുകൊണ്ടാണ് പരാതി. ഒരുപക്ഷെ ഇന്ന് വയറിംഗ് ജോലികൾ നടക്കുന്ന, ഇന്നും മഴയുണ്ട്, വയറിംഗ് ജോലികളോ മറ്റോ നടക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ തീവ്രതയും ഈ വാർത്തയുടെ മാനവും തന്നെ വലിയ രീതിയിൽ മാറിയേനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.